അതാണ് യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു എന്ന് പറഞ്ഞാലൊക്കെ തന്നെയാണ്. ആദ്യം അള്ളാഹു നമ്മളെ സ്നേഹിക്കും, എന്നിട്ടാണ് പിന്നെ അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കണം. അള്ളാഹുവിന്റെ സ്നേഹമൊക്കെ ഇപ്പൊ വിശദീകരിക്കാൻ നിന്നാൽ ഇപ്പോ ഈ ക്ലാസ് ഒന്നും മതിയാവില്ല. അള്ളാഹു നമ്മളെ അള്ളാഹു എന്ന് പറയുമ്പോ നിങ്ങൾ പിന്നെ ഒരു വ്യക്തി ഇപ്പൊ ഏറ്റവും വലിയ ചർച്ച നടക്കണപ്പാണ് ഈ യുക്തിവാദികളുടെയും മറ്റുള്ള എത്തിസ്റ്റുകളുടെ ഒക്കെ ഇടയിൽ. അള്ളാഹു എന്ന് അത് ഈ പാരമ്പര്യ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇവർ ഈ അള്ളാഹുവിനെ എങ്ങനെ വിമർശിക്കണം. അത് ഞാൻ എന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഇവര് ഈ പിന്നെ അള്ളാഹുവിന്റെ ബദിയവിന് സാക്ഷികളാകാൻ കഴിയണം. അള്ളാഹുവിന്റെ ഇബ്ദാ അല്ലാതെ ഈ ഭൂമിയിൽ എന്താ ഉള്ളത്, ഈ പ്രപഞ്ചത്തിൽ എന്താ നിങ്ങളൊന്ന് പറഞ്ഞാണ്. അള്ളാഹുവിന്റെ സർഗാത്മകമായ കഴിവുകളല്ലാതെ ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ എന്താ ഉള്ളത് എന്ന് പറയുന്നത്. അതിന് എന്തെങ്കിലും എടുത്ത് യോജിപ്പിക്കലല്ലാതെ ഞമ്മക്ക് വേറെന്താ പണി? ഈ അഹങ്കരിക്കുന്ന മനുഷ്യനൊക്കെ ഉണ്ടല്ലോ, ഈ അഹങ്കരിക്കുന്ന മനുഷ്യൻ നമുക്ക് ഈ അഹങ്കരിക്കാൻ തന്ന ബുദ്ധി തന്നെ എവിടുന്ന ആന്നുള്ളത് തന്നെയാണ്. ഈ ബുദ്ധി തന്നെ എവിടുന്ന് കിട്ടിയതാ? അത് ഈ പ്രപഞ്ചത്തിന്റെ ഈ പ്രകൃതിയുടെ ഒരു വരദാനം തന്നെയാണ് നമുക്ക് കിട്ടിയതാണത്. ഈ തിരിച്ചറിവ്, കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള ഈ ബുദ്ധി, അത് വാല് മുറിഞ്ഞു പോയപ്പോഴത്തേന് ഉണ്ടായതാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. നട്ടെല്ല് നിവരുകയും വാല് മുറിഞ്ഞു പോവുകയും ചെയ്യുമ്പോ മനുഷ്യന്റെ തലച്ചോറിന്റെ ബുദ്ധി വികസിച്ചു എന്ന് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഖുർആൻ പറയുന്നത് മനുഷ്യൻ ഖുറൂദിൽ നിന്ന് റബ്ബാനീനിലേക്കുള്ള യാത്രയാണ് ഖുർആൻ പറയുന്നത്. ഈ മുസാഹിബ് പറയും മനുഷ്യന്റെ കുരങ്ങിൽ നിന്ന് അവന്റെ റബ്ബാനീനിലേക്ക്, അവന്റെ ബുദ്ധിയും ബോധവും ഉപയോഗിക്കുന്ന അവന്റെ ആ തലത്തിലേക്കുള്ള മനുഷ്യന്റെ യാത്രയാണ് ഖുർആൻ പറയുന്നത്. കൂനു കിർദത്തിൻ ഖാസിയീനല്ല, ഖുറൂദിൽ നിന്ന് കിർദത്തിൽ നിന്ന് കൂനു റബ്ബാനിയീന, റബ്ബിന്റെ തുഅല്ലിമൂന, അറിവ് നേടിക്കൊണ്ട് റബ്ബാനിയീങ്ങളാകുകയാണ് വേണ്ടത്. ആ യാത്രയെ ഖുർആൻ പറയുന്നത്. നിങ്ങൾക്ക് പൊരുൾ മനസ്സിലായോ? അതായത് നമ്മൾ അന്ധമായി, ഇവര് പറയുന്നത് പിന്നെ ഫിസിക്കലിയുള്ള മാറ്റാണ് പറയുന്നത്. ഫിസിക്കലി മാറ്റം, അതായത് വാല് മുറിയുകയും നട്ടെല്ല് നിവരുകയും ഒക്കെ ചെയ്തപ്പോ മനുഷ്യനായി മാറി എന്നാണ് പറയുന്നത്. പക്ഷെ ഖുർആൻ പറയുന്നത് അതല്ല, ഈ മുസാഫ് പറയുന്നത് അതല്ല. മനുഷ്യന്റെ സംസ്കാരത്തിന്റെയും സ്വഭാവത്തിന്റെയും ബുദ്ധിയുടെയും തലം, ആ കുരങ്ങിന്റെ തലത്തിൽ നിന്ന് അവൻ റബ്ബാനീയങ്ങളാകുക, അവന്റെ ബോധവും ബുദ്ധിയും ഉപയോഗിച്ച്, ചിന്തയും ഉപയോഗിച്ച് വിജ്ഞാനം നേടുന്ന, സംസ്കാരം നേടുന്ന ഉന്നതമായ തലത്തിലേക്ക് അവൻ മാറേണ്ടതിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. ഈ മാറ്റാണ്. ഏത് മാറ്റാ വേണ്ടത്? ലോകത്തിന് ഗുണകരം ഏത് മാറ്റങ്ങൾ പറഞ്ഞാണ്? ഏത് കാഴ്ചപ്പാടാ നല്ലത്? മനുഷ്യന്റെ ഫിസിക്കലായുള്ള മാറ്റമാണോ, മനുഷ്യന്റെ സംസ്കാരവും ബുദ്ധിയുടെയും മാറ്റമാണോ ഈ ലോകത്തിന് ഗുണകരങ്ങളെന്ന് ചിന്തിച്ചാണ്. ഞാൻ അതുകൊണ്ടാണ് ഇതാണ് എനിക്ക്. അപ്പൊ അള്ളാഹുവിന്റെ ഹുബ്ബ് ആദ്യം നമ്മളോടുണ്ടാവുന്നു, എന്നിട്ട് അതിനെ തുടർന്നാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത്. അതാണ് യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു എന്ന് പറയുന്നത്. അതിന്റെ ക്രമം വരെ നിങ്ങൾ നോക്കൂ. അള്ളാഹുവിന്റെ അതാണ് വലി വൽഖൈതു അലൈക മഹബ്ബത്തൻ മിന്നി വലി തസ്ന അല ഐനി, എന്റെ മഹബ്ബത്ത് ഇടുകയും എന്റെ അറിവിന്റെ അരുവിയിൽ നിന്നെ ഞാൻ പണിതെടുക്കുകയും ചെയ്തു. എന്നിട്ടാണ് നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നത്. അതാണ് യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു റളിയല്ലാഹു അൻഹും വറളു അൻഹു. അതാണ് അള്ളാഹു ആണ് ആദ്യം നമ്മള്. അതാണ് ഈ പ്രകൃതിയും ഈ പ്രപഞ്ചവും നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന്റെ ആഴം തിരിച്ചറിയാത്ത മനുഷ്യൻ. ഈച്ചക്ക് ഒരു ചിത്രശലഭത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് മനസ്സിലാക്കാൻ എങ്ങനെ ഈച്ചക്ക് കഴിയോ? അവൻ ആ ദുബാബ് ഈച്ചയുടെ ലോകത്താണ്. ഈച്ചയുടെ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന് കായിനുൽ ഫറാഷ്, ഒരു ചിത്രശലഭത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും അത് ചിത്രശലഭമായി തീർന്നതിനെ കുറിച്ചും അവന് ഊഹിക്കാൻ പോലും കഴിയില്ല. എന്നിട്ടല്ലേ അത് മനസ്സിലാക്കാൻ നിങ്ങൾ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ? മോശം മാത്രമല്ല, ഈച്ചയുടെ ലോകത്തെ കുറിച്ചേ അറിയുള്ളൂ. അതിനപ്പുറത്ത് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്ന ഒരു സൃഷ്ടിയെ കുറിച്ച് ഈച്ചക്കറിയില്ല. അങ്ങനെ ഒരു സൃഷ്ടിപ്പ് നടക്കും എന്നുള്ളത് ഈച്ചക്കറിയില്ല. ഈച്ചക്ക് രോഗം പരത്താനും അഴുക്കുകളിൽ പോയിരിക്കാനും, വെറും അഴുക്കിൽ അധികം 99% അത് അഴുക്കിൽ പോയിട്ടേ ഇരിക്കുള്ളൂ. രോഗങ്ങൾ പരത്താനേ അതിന് കഴിയുള്ളൂ. കാണുന്നവർക്ക് സന്തോഷം നൽകുന്ന, ഇരുട്ട് ഉപേക്ഷിച്ച് വെളിച്ചത്തിലേക്ക് വന്ന മഹത്തായ ഒരു സൃഷ്ടിയുടെ വൈഭവത്തെക്കുറിച്ച് ഈച്ചക്കറിയില്ല. അതാണ് ഈച്ചയുടെ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന് ചിത്രശലഭം എന്ന സൃഷ്ടിയെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. അതാണ് അള്ളാഹു എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഗുണങ്ങളാണ്
പ്രാപഞ്ചിക വ്യവസ്ഥിതിയാണ് നമ്മെ ഇങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ആ ഹുബ്ബിലാണ് ആദ്യം നമുക്ക് ആ ഹുബ്ബ് കിട്ടുകയും എന്നിട്ട് ആ അറിവിൽ നമ്മെ പണിതെടുക്കുകയും ചെയ്താണ്. അതാണ് വലി തസ്ന അലായിനി, എന്റെ ഐനിലാണ് അള്ളാഹു എന്ന, അതായത് പ്രപഞ്ച നിയമവ്യവസ്ഥിതിയുടെ ആ അറിവിൻ കീഴിലാണ് നമ്മെ പണിതെടുക്കുന്നത്. അങ്ങനെ പണിതെടുത്ത നമ്മളാണ് പിന്നെ അള്ളാഹുവിനെ യുഹിബ്ബുഹും വ യുഹിബ്ബൂനഹു എന്ന് പറയുന്നത്. അതാണ് പിന്നീട് അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ പോകാൻ നമുക്ക് കഴിയില്ല. അതിനെ സ്നേഹിക്കാനല്ലാതെ, അതിനെ ഉൾക്കൊള്ളാനല്ലാതെ, അതിനെ മനസ്സിലാക്കാനല്ലാതെ പിന്നെ നമുക്ക് കഴിയില്ല. അതാണ് യുഹിബ്ബുഹും വ യുഹിബ്ബൂനഹു റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറയുന്നത്. അതിന് കൂടുതൽ വിശദീകരിക്കാനുണ്ട്. അവർക്കിടയിൽ പിന്നീട് ഒരു ഒരു ബന്ധം നടക്കാൻ, ആ ബന്ധത്തിൽ നിന്ന് വേറിട്ട് പോകാൻ കഴിയില്ല.